പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും അമ്മ സോണിയാഗാന്ധിക്കും കുരുക്കുമുറുകുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇരുവർക്കുമെതിരെ ഇപ്പോൾ ഇഡി നടപടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ തുടങ്ങി. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് 661 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളാണിപ്പോൾ ഇഡി ആരംഭിച്ചിരിക്കുന്നതും. ഇതോടുകൂടി തന്നെ നെഹ്റു കുടുംബം വീണ്ടും അഴിക്കുള്ളിലാകുമെന്നതിൽ സംശയമില്ല. അഴിമതിയിലൂടെ തന്നെ കോടികൾ സമാഹരിച്ച് വിദേശ യാത്രകൾ നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി ഒട്ടും വിചാരിച്ചിട്ടുണ്ടില്ല. അഴിമതികളിലൂടെ കോടികൾ സമാഹരിച്ചുകൊണ്ട് വിദേശ യാത്രകൾ നടത്തിയപ്പോൾ രാഹുൽ ഒട്ടും വിചാരിച്ചിട്ടുണ്ടാകില്ല ഇത്തരത്തിലൊരു പിടി വീഴും എന്നത്. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ തോറ്റു തുന്നം പാടി നിൽക്കുന്ന പാർട്ടിയുടെ തലയിൽ വീണ്ടും ഒരു കനത്ത പ്രഹരം തന്നെയാണ് വീണിരിക്കുന്നത്. ഇതോടുകൂടെ തന്നെ അടുത്ത ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പും വെള്ളത്തിൽ വരച്ച വര പോലെ ആകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത്തരത്തിൽ നിരവധി അഴിമതിയുടെ കള്ളക്കഥകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നതും. ഇതിൽ പ്രതിസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയാണ് ഒന്നാമനായി നിൽക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ ഇരുന്നപ്പോൾ കോടികളുടെ അഴിമതിയാണ് നടത്തിയതും. ഇപ്പോൾ നെഹ്റു കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന് കീഴിലുള്ള സ്ഥാവര സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത്, അതേപോലെ ഡൽഹിയിലെ ITOയിലെ ഹെറാൾഡ് ഹൗസ്, മുംബൈ ബാന്ദ്രയിലെ കെട്ടിടങ്ങൾ, ലക്നൌവിലെ വിശ്വേശ്വർനാഥ് റോഡിലുള്ള കെട്ടിടം, അതേപോലെ എന്നിവിടങ്ങളിലാണ് ഇഡി ഇപ്പോൾ കണ്ടുകെട്ടൽ നോട്ടീസ് പതിപ്പിച്ചിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് നടപടിയെടുത്തിരിക്കുന്നതും. 2023 നവംബറിൽ ഈ സ്വത്തുക്കൾ താൽക്കാലികമായി തന്നെ കണ്ടുകെട്ടുകയായിരുന്നു. 2012 BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിക്ക് പിന്നാലെയാണ് തട്ടിപ്പ് പുറത്തു വന്നതും. 2014 ജൂൺ 26 ന്യൂഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് പാട്യാല ഹൗസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2021 ഇഡി അന്വേഷണം ആരംഭിച്ചതും. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമയായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുള്ള ദി അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് NJL എന്ന കമ്പനിയെ സോണിയുടെ നേതൃത്വത്തിലുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി തട്ടിയെടുക്കുകയായിരുന്നു ചെയ്തതും. 2000 കോടിയോളം വില വരുന്ന സ്വത്തുക്കൾ തുച്ഛമായ വിലയ്ക്കാണ് സോണിയയും രാഹുലും ചേർന്ന് സ്വന്തമാക്കിയത്. 2008 90 കോടിയുടെ കടബാധ്യതയുമായി നാഷണൽ ഹെറാൾഡ് അടച്ചുപൂട്ടുകയായിരുന്നു. ബാധ്യത തീർക്കാൻ വേണ്ടി നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് കോൺഗ്രസ് 90 കോടി രൂപ വായ്പ നൽകി. ഈ തുക തിരിച്ചടയ്ക്കാൻ AJLന് കഴിഞ്ഞില്ല. 2010 UPA സർക്കാരിന്റെ ഭരണകാലത്ത് സോണിയയും രാഹുലും ഡയറക്ടറുമായി യങ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിച്ചു. ഇതോടുകൂടി തന്നെ കോൺഗ്രസ് നൽകിയ വായ്പ യങ് ഇന്ത്യയുടെ പേരിലേക്ക് മാറ്റുകയായിരുന്നു. യങ് ഇന്ത്യക്ക് പണം നൽകുവാനും AJLന് കഴിഞ്ഞില്ല. ഇതോടെയാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി യങ് ഇന്ത്യക്ക് സ്വന്തമാകുന്നതും. 2010 കമ്പനിയുടെ കൈമാറ്റ ഇടപാടുകൾ നടന്നത്. സോണിയ, രാഹുൽ, മോത്തിലാൽ ബെഹ്റ, സാം പീത്ര, അതുപോലെ തന്നെ ഓസ്കാർ ഫെർണാണ്ടസ്, സാമുവൽ ദുബെ തുടങ്ങിയവരാണ് കേസിൽ പ്രതികളായിട്ടുള്ളത്. വിശ്വാസ ലംഘനം, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നതും. 2015 സോണിയയും രാഹുലും ഉൾപ്പെടെയുള്ള പ്രതികൾ ജാമ്യം എടുക്കുകയും ചെയ്തിരുന്നു. കേസിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പവൻ ബൻസാൽ തുടങ്ങിയ നേതാക്കളെയും ഇഡി ചോദ്യം ചെയ്തു വരികയായിരുന്നു. അതുപോലെ നിയമപരമായ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ട് പോലും ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും അന്വേഷണം തുടരാൻ അനുവദിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിനിടെ ഇഡി ഒന്നിലധികം സ്ഥലങ്ങളിൽ റെയ്ഡുകളും പിടിച്ചെടുക്കലുകളും നടത്തിയിരുന്നു. സാമ്പത്തിക ക്രമക്കേടുകളുടെ കൂടുതൽ തലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന രേഖകൾ കണ്ടെത്താനായി ആവശ്യപ്പെട്ടു. വ്യാജ സംഭാവനകളിലൂടെ തന്നെ 18 കോടി രൂപയുടെ അനധികൃത ഫണ്ട് സമാഹരിക്കുന്നതിനും 38 കോടി രൂപയുടെ മുൻകൂർ വാടകയും പരസ്യങ്ങളിലൂടെ 29 കോടിയും സമാഹരിക്കുന്നതായും യങ് ഇന്ത്യ AJL ഇന്ത്യൻ നെറ്റ്വർക്ക് ഉപയോഗിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.